ദിലീപും വിനീത് ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളെത്തുന്ന ബബബ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂലൈ 14 കോയമ്പത്തൂരിൽ ആരംഭിക്കും. നവാഗനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഗോകുലം ഗോപാലനാണ് നിർമ്മിക്കുന്നത്. അഭിനേതാക്കളായ ഫാഹിം സഫറും നൂറിൻ ഷെരീഫും ചേർന്നാണ് സിനിമയുടെ കഥ ഒരുക്കുന്നത്. ശരണ്യ പൊൻവണ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, ബാലു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, തമിഴ് താരം റെഡിൻ കിങ്ലി എന്നിങ്ങനെ വൻ താരനിരാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. പ്രശസ്ത തെന്നിന്ത്യൻ കൊറിയോഗ്രാഫർ സാൻസി മാസ്റ്ററും ഈ ചിത്രത്തിൽ കൈകോർക്കുന്നു. വിനീതിന്റെ അസിസ്റ്റന്റായി സിനിമയിലെത്തിയ ധനഞ്ജയ് ശങ്കർ പുലിമുരുകനിൽ വൈശാഖിന്റെ സംവിധാന സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജേക്കബിന്റെ സ്വർഗരാജം, ലവ് ആക്ഷൻ ഡ്രാമ, ഹൃദയം, ഫിലിപ്സ്, എങ്കിലും ചന്ദ്രിക തുടങ്ങിയ സിനിമകളും സംവിധാന സഹായി പ്രവർത്തിച്ചു. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത നാളെയാണ് മംഗലം എന്ന മ്യൂസിക് വീഡിയോ വൈറലായിരുന്നു. രജനികാന്തിന് കേന്ദ്ര കഥാപാത്രമാക്കി TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വേട്ടയ്യൻ. രജനിക്കൊപ്പം ഫഹദ് ഫാസിലും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒക്ടോബറിൽ റിലീസിലെത്തുന്ന ചിത്രത്തിന്റെ ഡബ്ബിംഗ് തിരക്കിലാണ് ഫഹദ് ഇപ്പോൾ. നടൻ ഡബ്ബ് ചെയ്യുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ഇക്കാര്യം അറിയിച്ചത്. ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. 33 വർഷത്തിനു ശേഷമാണ് ബച്ചനും രജനികാന്തും ഒന്നിച്ച് അഭിനയിക്കുന്നത്. മുകുൾ എസ് ആനന്ദ് സംവിധാനം ചെയ്ത 1991 പുറത്തിറങ്ങിയ ഹം എന്ന ചിത്രത്തിലാണ് ഇരുവരും നേരത്തെ ഒന്നിച്ച് അഭിനയിച്ചത്. പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ജയ് ഭീമാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ജ്ഞാനവേൽ ചിത്രം. രജനികാന്തിന്റെ കരിയറിലെ 120ാം ചിത്രമാണിത്. ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് ചിത്രത്തിൽ രജനി എത്തുന്നത്. ഫഹദ് ഫാസിൽ, അമിതാഭ് ബച്ചൻ എന്നിവരെ കൂടാതെ മഞ്ജു വാര്യർ, റാണ ദഗുബാട്ടി, ദ്രിഷാര വിജയൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കറാണ് ചിത്രം നിർമ്മിക്കുന്നത്.